ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള മലപ്പുറം ജില്ലയിലെ കാവിലക്കാട് പുറത്തൂര് ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പാലത്തിന്റെ വർക്കാണ്. നമുക്ക് ഇവിടെയുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. നിങ്ങളോട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വിശദമായ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് ഈ പാലം. അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുകളിൽ പോയി നോക്കാം എങ്ങനെയാണ് ഈ പാലത്തിന്റെ വർക്കുകളൊക്കെ നടന്നിട്ടുള്ളതെന്ന്. താഴ്ഭാഗത്തൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ പാലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ കാവിലക്കാട് പുറത്തൂര് കൂട്ടായി ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാലമാണ്. പാലത്തിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുന്നിൽ വരുന്ന അപ്രോച്ച് റോഡിന്റെ വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള മറ്റുള്ള ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കാണാം ഇതിന്റെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നായർത്തോട് പാലം എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പാലാണ്. ഇത് കാണാം. നമുക്ക് ഈ ഭാഗത്ത് ഇനി ഇങ്ങനെ അപ്രോച്ച് റോഡിന്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. മറ്റൊന്ന് ഈ പാലത്തെ കുറിച്ച് പറയാനുള്ളത്, മന്ത്രി മുഹമ്മദ് റിയാസ് 2022 ഇത് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. ഏകദേശം ഈ പാലത്തിന് ചെലവ് വരുന്നത് 48 കോടിയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. 432 മീറ്റർ നീളത്തിലുള്ള പാലമാണ്. പാലത്തിന്റെ മധ്യഭാഗത്ത് ആകർഷകമായിട്ടുള്ള ഒരു ബോസ്ട്രിങ് ആർച്ചാണ് വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ബോസ്ട്രിങ് ആർച്ച് എന്നാണ് അതിന് പറയുക. കാവിലക്കാട് ഭാഗത്തുനിന്ന് പടിഞ്ഞാറേക്കരയിൽ താനൂര് ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ ചമ്രവട്ടം ഭാഗത്തേക്ക് കൂട്ടായി ഭാഗങ്ങളിലേക്ക് വളരെ കുറഞ്ഞ ദൂരമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പാലത്തിന്റെ പ്രധാന പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡിന്റെ വർക്കുകളാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. അതിന്റെ പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഈ പാലത്തിന്റെ തൊട്ടടുത്തൊക്കെ പോയിട്ട് ആ ആർച്ചിന്റെ അടുത്ത് പോയി നോക്കാം. അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. കാണാൻ നമുക്ക് പല കളറിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തത് കൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടെ ആയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ വർക്കുകളൊക്കെ ഇതുപോലുള്ള പാലങ്ങളൊക്കെ വരുന്ന ഭാഗത്ത് പാലങ്ങൾക്കൊക്കെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടെയാണ്. പുയോരത്തൊക്കെ വന്ന് ഒരുപാട് ആളുകൾ ഇതുവരെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വരും തലമുറക്കൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടി ആയിരിക്കും ഇപ്പോഴുള്ള ഇതുപോലുള്ള നിർമ്മാണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള നല്ല പ്ലാനിങ്ങോടുള്ള വർക്കുകളൊക്കെ ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് വരട്ടെ, അതുപോലെ രാജ്യത്ത് വരട്ടെ, വികസനങ്ങൾ വരട്ടെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. യാത്രക്കാർക്ക് വളരെ ഒരു പ്രയോജനം ചെയ്യുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ പുറത്തൂര് ഭാഗം എന്നുള്ള ആളുകൾക്ക് കാവിലക്കാട് ഭാഗത്തേക്ക്, ചമ്രവട്ടം ഭാഗത്തേക്ക്, പൊന്നാനി ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോവാന് വളരെ നാളത്തെ ഒരു ആളുകളുടെ പരിശ്രമവും ആഗ്രഹമൊക്കെ ആയിരുന്നു ഇതുവഴിയുള്ള ഒരു പാലം. അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇനി ഇതിന്റെ മുന്നിലുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകളാണ് വരാനുള്ളത്. അപ്പോൾ അതിന്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാം. നല്ല ഒരു തോട്ടം ഏരിയകളാണ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു വൈബായിരിക്കും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ കടൽ ഏരിയയിലൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ നല്ല ഒരു തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പൊ കായലിന്റെ കാഴ്ചകൾ കാണാനും ഇവിടെയുള്ള ഈ ആർച്ച് ബ്രിഡ്ജിന്റെ ഫോട്ടോ എടുക്കാനൊക്കെ ആർച്ചിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന സമയത്ത് തന്നെ കുറെ പേര് ഇവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മറ്റൊരു കാഴ്ച കാണിക്കാം. കാറ്റുണ്ട്, വോയിസ് ഒക്കെ ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടാ. ഇത് നോക്കി ഞാൻ ഇത് അടുത്ത് പിടിച്ച് കാണിക്കുന്നത് എന്താ പറഞ്ഞാല്, നമ്മുടെ സാധാരണ നമ്മളെ PWDന്റെ വർക്കൊന്നും ഇത്ര വൃത്തിയായി കാണാറില്ല. ഇതുപോലുള്ള സ്ലാബുകളൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് വെക്കാറില്ല. ഇത് നമ്മുടെ ഇവിടെയുള്ള ഈ പ്രതലത്തിന്
ചേർത്തി ഒരേ രീതിയിൽ ഇങ്ങനെ വർക്ക് കഴിച്ചിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ തട്ടി വീണ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. വളരെ കറക്റ്റായിട്ടുള്ള സ്ലാബുകളാണ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫുട്പാത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇതെന്തിനാണ് എക്സ്ട്രാ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള വീഡിയോയിൽ ഒരുപാട് പോസിറ്റീവായ ഒരുപാട് കമൻസുകളൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതൽ വീഡിയോ ചെയ്യൂ, മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ അറിയിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വ്യൂ കുറവായതുകൊണ്ടും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചകൾ ഇങ്ങനെ പല രീതിയിലും പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക. വലിയ രാജ്യമാണ് നമുക്കറിയാം ഇന്ത്യ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും പെട്ടെന്ന് വികസനം എത്തിക്കാൻ സാധിക്കും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല നല്ല വർക്കുകൾ വരുന്നൊന്നും നമുക്ക് അത്രയും മനസ്സിലാവാത്തത്. വലിയ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. പാലത്തിന് താഴ്ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് കായലിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ വളരെ നല്ലൊരു കൂളായ ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് വന്നിരിക്കുമ്പോൾ നല്ല തണുത്തൊരു കാറ്റാണ് ഈ പാലത്തിന്റെ താഴ്ഭാഗത്ത് വരെ. ഞാൻ കുറേ സമയം ഇവിടെ ചെലവഴിച്ചു. ഇവിടെ കുറേ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ പാലത്തിന്റെ ഭാഗത്ത്. ഇപ്പോൾ ആളുകൾ വന്നിങ്ങനെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ ഇവിടെ വരുന്ന കാവിലക്കാട് ഭാഗത്തേക്ക് വരുന്ന ഒരു റോഡ്. ഈ റോഡൊക്കെ വീതി കൂട്ടാൻ പോവുകയാണ്. ഈ ഭാഗത്തുള്ള ആളുകളെ അടുത്തുനിന്നൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ ഇവിടെയൊക്കെ റോഡ് വർക്ക് തുടങ്ങും. അപ്പോൾ കുറച്ച് വീതിയൊക്കെ കൂടിയ റോഡ് തന്നെയാണ് വരുന്നത്. പാലത്തിന്റെ വീതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ വീതിയൊക്കെ ഉള്ള ഒരു റോഡ് തന്നെ. കുറേയൊക്കെ വളവുകളൊക്കെ ടേണിങ്ങളൊക്കെ കട്ട് ചെയ്ത് നിവർത്തിയൊക്കെയാണ് വർക്കുകൾ വരിക എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് വീഡിയോയിൽ കാണാം. അതുവരേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്.